തൃശ്ശൂരിൽ പ്രധാനമന്ത്രി വന്നതുകൊണ്ട് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. തൃശ്ശൂരിലേത് രാഷ്ട്രീയ ബോധമുള്ള ജനതയാണ്. വിശ്വാസങ്ങളെ വൈകാരികമായി ഉപയോഗിക്കുന്നത് ഇടതു നയമല്ല. സ്വർണ്ണക്കടത്തിന്റെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാകില്ലെന്നും കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. ഇപ്പോഴുള്ളത് ക്രിയാത്മക പ്രതിപക്ഷമല്ലെന്നും രാധാകൃഷ്ണൻ വിമർശിച്ചു. ശബരിമലയെയും തൃശ്ശൂർ പൂരത്തെയും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചത് ആരാണെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. ഞാൻ പറയാൻ തന്നെ അറിയാലോ, എല്ലാ വിശ്വാസങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ആ വിശ്വാസങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുക, അതിൽ മുതലെടുപ്പ് നടക്കുക എന്നുള്ള ഒരു സമീപനം എക്കാലത്തും സ്വീകരിച്ചിട്ടില്ല, എപ്പോഴും സ്വീകരിക്കില്ല. അത് ഞങ്ങളുടെ നയവുമല്ല. ആ നയം സ്വീകരിച്ചവരാണ് ഇത് പറയുന്നത്. എപ്പോഴും വിശ്വാസത്തെയും ദൈവങ്ങളെയൊക്കെ തന്നെ വൈകാരികമായി ഉപയോഗപ്പെടുത്തി അതിന്റെ മുകളിൽ അധികാരത്തിൽ വരുന്നവരെയാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. MG പ്രതീഷ് ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാറുണ്ട്. പ്രതീഷ്, എന്താണ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞത്? ഗോപികൃഷ്ണൻ, പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന് പിന്നാലെ ഈ വിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പ്രധാനമായും കേരളത്തിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും നടത്തിയ ചില പരാമർശങ്ങളാണ് മന്ത്രിമാർ വിമർശന വിധേയമാക്കുന്നത്. തൃശൂർ പൂരത്തെയും ശബരിമലയെയും സംസ്ഥാന സർക്കാർ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നതാണ് പ്രധാനമായും പ്രധാനമന്ത്രി ഉയർത്തിയ ഒരു ആരോപണം. എന്നാൽ ഇത് പൂർണ്ണമായും തള്ളുകയാണ് ദേവസ്വം മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ. വൈകാരികമായി വിശ്വാസങ്ങളെ കാണുന്ന ഒരു രീതി CPM-നില്ല. അത് അത്തരത്തിൽ വൈകാരികതയിലൂടെ രാഷ്ട്രീയ നേട്ടം കൈവരിക്കുന്നത് ആരാണെന്ന് കൃത്യമായി ജനങ്ങൾക്കറിയാമെന്നും തൃശൂരിൽ അത്തരത്തിൽ ഒരു ബോധ്യമുള്ള ജനതയാണ് തൃശൂരിൽ ഉള്ളതെന്നുമായിരുന്നു പ്രധാനമായും കെ രാധാകൃഷ്ണന്റെ പ്രതികരണം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആകില്ല എന്നുകൂടി കെ രാധാകൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്ര ഏജൻസികൾ ഇത്രയും കാലം അന്വേഷിച്ചിട്ട് എന്താണ് കണ്ടുപിടിച്ചത് എന്ന് രാധാകൃഷ്ണൻ മിനിസ്റ്റർ ചോദിക്കുന്നുണ്ട്. തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നതല്ലാതെ യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല. കേന്ദ്ര ഏജൻസികളെയോ കേന്ദ്രത്തെയോ സംസ്ഥാന സർക്കാരിന് ഭയമില്ല. അതുകൊണ്ട് തന്നെ ഏത് അന്വേഷണത്തിനെയും വെല്ലുവിളിക്കുന്നു എന്നുള്ള ഒരു നിലപാട് കൂടിയാണ് മന്ത്രി സ്വീകരിക്കുന്നത്. CPM-ന്റെ മുതിർന്ന നേതാക്കളും അടക്കം ഈ കാര്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. പ്രധാനമായും ഈ സന്ദർശനത്തിന് പിന്നാലെ വലിയ തരത്തിൽ ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടൽ തുടരുകയാണ്. പ്രതിപക്ഷത്തിനും ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കാരണം പ്രതിപക്ഷം ഒരു ക്രിയാത്മക പ്രതിപക്ഷമല്ല. ഇടതുമുന്നണിയുടെ തുടർഭരണത്തിൽ പ്രതിപക്ഷത്തിന് നിരാശയാണ് എന്നുള്ള വിമർശനമാണ് ഇടതു ക്യാമ്പുകളിൽ നിന്ന് ഉയരുന്നത്. അതേസമയം ഈ CPM വിമർശനങ്ങളെ പ്രതിപക്ഷം കാണുന്നത് BJP-യും CPM-ഉം ഒരു കൂട്ടുകെട്ട്, അല്ലെങ്കിൽ BJP-CPM ബാന്ധവമാണ് കേരളത്തിൽ ഉള്ളത് എന്നുള്ള ഒരു മറുപടിയാണ്, അല്ലെങ്കിൽ മറുവാദമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്തായാലും ഈ മോദിയുടെ MG പ്രതീഷാണ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ വിമർശനങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.